വെൽക്കം ഓൾ. എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഇൻപുട്ട് സിഗ്നൽ എങ്ങനെയാണ് സിഗ്നൽ ജനറേറ്ററിൽ നിന്നും DSOയിലേക്ക് കണക്റ്റ് ചെയ്ത് കാണാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാനായി പോകുന്നത്. സോ ഒരു സൈൻ വേവ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു സൈൻ വേവിൻ്റെ ടോട്ടൽ VPP എന്ന് പറഞ്ഞാൽ 20 VPP, അതായത് ഒരു സൈഡ് പോസിറ്റീവ് സൈഡ് 10ഉം നെഗറ്റീവ് സൈഡ് -10ഉമായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. പോസിറ്റീവ് ടു നെഗറ്റീവ് പീക്ക് വോൾട്ടേജസ് ആഡ് ചെയ്താലാണ് നമുക്ക് 20 VPP എന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ 20 VPP ഉള്ള ഒരു സൈൻ വേവ് എവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക, അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് DSOയിൽ ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്കൊരു 1 kHz 20 VPP ഉള്ള ഒരു സൈൻ വേവ് നമ്മളോട് ഒരു ഇൻപുട്ട് സിഗ്നലായിട്ട് DSOയിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാനായി പോകുന്നത്. സോ DSOയിൽ നമുക്ക് ഈ ഒരു സിഗ്നലിനെ ഒരു ഇൻപുട്ട് സിഗ്നലായിട്ട് ഈ ഒരു സൈൻ വേവിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് പോകുന്നത്. സോ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. ടൈം പീരീഡ് = 1/f ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫ്രീക്വൻസി 1 kHz ഉള്ള ഒരു സിഗ്നലിൻ്റെ ടൈം പീരീഡ് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ എക്സ് ആക്സിസിൽ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് f = 1/t എന്ന് വേണമെങ്കിലും പറയാം. സോ 1 kHz 20 VPP ഉള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ, പീക്ക് ടു പീക്ക് വോൾട്ടേജ് 20 VPP ഉള്ള ഒരു സിഗ്നൽ എങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നതെന്ന് നോക്കാം. അത് ഇപ്പം മിക്ക സർക്യൂട്ടിൽ നമുക്കൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കേണ്ടി വരും. ആ ഒരു ഇൻപുട്ട് സിഗ്നൽ എവിടെ നിന്നാണ് എടുക്കുക, എങ്ങനെയാണ് കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ബേസിക്കായിട്ട് സിഗ്നൽ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ഉണ്ട്. ഈ ഒരു സിഗ്നൽ ജനറേറ്ററിൽ നിന്നായിരിക്കും നമുക്ക് ഏതൊരു വേവ് ആയാലും, സൈൻ ആയാലും സ്ക്വയർ ആയാലും പൾസ് ആയാലും ഒക്കെ എടുക്കാൻ പറ്റുന്നത് ഈ ഒരു സിഗ്നൽ ജനറേറ്ററിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ നീഡിനനുസരിച്ചിട്ട് സൈൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ, പൾസ് ആണെങ്കിൽ അങ്ങനെ ഏത് ടൈപ്പ് വേവ് ഫോം വേണമെങ്കിലും ഈ സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു വേവ് ഫോമിൻ്റെ ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ വേവ് ഫോം ബട്ടൺ പ്രസ് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമുക്ക് സൈൻ, സ്ക്വയർ, അങ്ങനെ ട്രയാങ്കുലർ, അങ്ങനെ പല ടൈപ്പിൽ ആ ഒരു വേവിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. സോ നമ്മുടെ നീഡിനനുസരിച്ചിട്ട് ഏത് വേവ് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സൈൻ വേവ് ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേവ് ഫോം സെറ്റ് ചെയ്ത് സൈൻ എന്നുള്ള ആ ഒരു ഫങ്ഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അപ്പോൾ സൈൻ വേവ് ആണ് ഈ ഒരു സിഗ്നൽ ജനറേറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു സൈൻ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് 1 kHz ആണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ഫ്രീക്വൻസി എന്ന് എഴുതിയിരിക്കുന്ന നോബ് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഫ്രീക്വൻസി ഡിസ്പ്ലേ സൈഡിൽ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, 1 kHz ഉള്ള ഫ്രീക്വൻസി ഈ ഒരു സിഗ്നൽ ജനറേറ്ററിൻ്റെ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു ഫ്രീക്വൻസി നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 1 kHz എന്ന് സിഗ്നൽ ജനറേറ്ററിൽ സെറ്റ് ചെയ്യാം. സോ ഇപ്പം ഒരു സൈൻ വേവ് ആണ്, 1 kHz ഉള്ള ഒരു ഫ്രീക്വൻസി ഉള്ള സിഗ്നലാണ് ഈ ഒരു ജനറേറ്ററിൽ നിന്ന് വരുന്നതെന്ന് അറിയാം. പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു നോബുണ്ട്. ഈ ആംപ്ലിറ്റ്യൂഡാണ് VPP അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോബ്. ആംപ്ലിറ്റ്യൂഡ് ആ ഒരു വോൾട്ടേജിനെ കാണിക്കുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, 20 VPP ആണ് ആംപ്ലിറ്റ്യൂഡ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു സിഗ്നൽ ജനറേറ്ററിനെ ഒരു DSO ആയിട്ട് കണക്റ്റ് ചെയ്താലാണ് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു വേവ് ഫോമിനെ നമുക്ക് കാണാനും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 20 VPP ഉണ്ടോ എന്ന് അറിയാനും പറ്റുള്ളൂ. കാരണം ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡിസ്പ്ലേ ഈ ഒരു സിഗ്നൽ ജനറേറ്ററിൽ നമുക്ക് കാണുന്നില്ല. ഫ്രീക്വൻസിയും വേവ് ഫോമിൻ ഏതാണെന്ന് മാത്രമേ ഡിസ്പ്ലേ കാണിക്കുന്നുള്ളൂ. സോ ഈ ഒരു സിഗ്നൽ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു BNC കേബിൾ നമ്മൾ എടുക്കുന്നു. ഈ കേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊരു DSOയിൽ കണക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വേവിനെ കാണാനായി കഴിയത്തുള്ളൂ. അപ്പം സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് വരുന്നത് സൈൻ വേവ് ആണോ 20 VPP ഉള്ളതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, DSOയ്ക്ക് 2 ചാനലാണുള്ളത്, ആ ചാനലിലേക്ക് കണക്റ്റ് ചെയ്യണം. ഇപ്പോൾ അതിന് മുമ്പ് DSOയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് DSO ഓൺ ചെയ്യുന്ന സമയത്ത് 2 ചാനലാണ് കാണാൻ പറ്റുന്നത്. യെല്ലോ കളറിൽ നിങ്ങൾക്കൊരു ലൈൻ കാണാൻ പറ്റും, അതുപോലെ ബ്ലൂ കളറിലും കാണാൻ പറ്റും. ഈ യെല്ലോ കളറിലുള്ളതാണ് എന്ത്, ചാനൽ 1, ബ്ലൂ കളറിലുള്ളതാണ് ചാനൽ 2. ചില ടൈമിൽ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും അറ്റ് എ ടൈം ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ ഈ 2 ചാനലും യൂസ് ചെയ്യാം.
ചാനൽ 1നെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്വിച്ച് പുഷ് ബട്ടൺ അതാണ്. അതുപോലെ ചാനൽ 2വിനെ റെപ്രസെൻ്റ് ചെയ്ത് ബ്ലൂ കളറിൽ ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബട്ടൺ ഏതാണ് ആ കറസ്പോണ്ടിങ് കളറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. യെല്ലോ കളറിലുള്ളത് ചാനൽ 1ഉം ബ്ലൂ കളറിലുള്ളത് ചാനൽ 2വുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ചാനൽ 1 എന്നുള്ള പുഷ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ആ ചാനൽ 1നെ ഓഫ് ചെയ്തിടാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ ചാനൽ 1ൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടൺ പുഷ് ചെയ്ത് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ചാനൽ 2 ആണെങ്കിലും ചാനൽ 2വിൻ്റെ ആ ഒരു ബ്ലൂ ബട്ടൺ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഓഫാക്കാനും തിരിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓണാക്കി എടുക്കാനും പറ്റും. അപ്പം നമുക്ക് എന്താണ് രണ്ട് ചാനലുണ്ട്. നമുക്ക് ഇൻപുട്ട് ഒരു ചാനലിൽ കൊടുക്കാം, ഔട്ട്പുട്ട് കാണാനായിട്ട് വേറൊരു ചാനലിൽ കൊടുക്കാം. അങ്ങനെയൊക്കെ ഈ ഒരു DSO ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ആ ചാനലിനെ കുറിച്ച് DSOയുടെ 2 ചാനലിനെയും കുറിച്ച് പറയാനുള്ളത്. ഇനി ആ ഒരു 2 ചാനലിനെ കുറിച്ച് കഴിഞ്ഞു. ഇനി അതിനകത്ത് കൊടുക്കുന്ന സിഗ്നൽ എങ്ങനെയാണ്, അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ ടൈം കാണണമെങ്കിൽ എന്ത് ചെയ്യും, ചാനൽ 1ഉം ചാനൽ 2ഉം നമ്മൾ ഓണാക്കി തന്നെ വയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അറ്റ് എ ടൈം കാണാൻ പറ്റത്തുള്ളൂ. ഇനി നോക്കിയേ, ഈ ഒരു DSOയ്ക്ക് നമുക്ക് 2 ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 ചാനലിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് 2 പോർട്ട് ചാനൽ മീൻസ് ആ ഒരു പ്രോബ് കണക്റ്റ് ചെയ്യാനുള്ള 2 പോർട്ടും ഉണ്ടാവും. ഇപ്പം ചാനൽ 1ലാണ് ഞാൻ പ്രോബ് കണക്റ്റ് ചെയ്തിട്ട് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ചാനൽ 1ലായിരിക്കും ആ ഒരു സിഗ്നലിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവുക. ഇനി ചാനൽ 2വിലാണ് പ്രോബ് കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു സർക്യൂട്ടിലേക്ക് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലൂ കളറിലുള്ള ചാനലിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ PNC കേബിൾ കണക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു വേവ് ഫോം ചാനൽ 1ൽ വേണോ ചാനൽ 2വിൽ വേണോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഓൾസ് പെർ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് ചാനൽ 1ൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്കൊരു നോബ് കാണാൻ പറ്റും. ഈ ഒരു ഓൾസ് പെർ ഡിവിഷൻ ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന സിഗ്നലിനെ ചാനൽ 2വിൻ്റെ താഴെയും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു ഓൾസ് പെർ ഡിവിഷൻ്റെ നോബ് കാണാൻ പറ്റും. ചാനൽ 1ലാണെങ്കിലും ചാനൽ 2വിലാണെങ്കിലും വരുന്ന സിഗ്നലിൻ്റെ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും അത് യൂസ് ചെയ്യാം. 2 ചാനലിനും കൂടി കോമൺ ആയിട്ട് ഒറ്റ ടൈം പെർ ഡിവിഷൻ്റെ നോബായിരിക്കും ഉള്ളത്. ഇത് 2 ചാനലിലെ ഫ്രീക്വൻസി ടൈം പീരീഡിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ആ ഒരു ടൈം പെർ ഡിവിഷൻ നോബ്. ഈ ഓൾസ് പെർ ഡിവിഷൻ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വേവിൻ്റെ മെഷർമെൻറ്റിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതേസമയം നമുക്കതിന് സൂം ഇൻ ചെയ്തും സൂം ഔട്ട് ചെയ്തും ഒക്കെ കാണാനാണ് സാധിക്കുന്നത്. ഇനി മെഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുഷ് ബട്ടൺ ഉണ്ട്. അതെന്തിനാണ്, നമുക്ക് മെഷർ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സിഗ്നലിൻ്റെ വോൾട്ടേജ് VPP ആയാലും V ആവറേജ് ആയാലും ഫ്രീക്വൻസി ആയാലും എന്ത് തന്നെ ആയാലും ഈ ഒരു മെഷർ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഒരു സിഗ്നലിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജും ഫ്രീക്വൻസിയും ടൈം പീരീഡും ഒക്കെ നമുക്ക് ഇതിനകത്ത് അറിയാനായി പറ്റും. സോ നമുക്ക് പണ്ട് CRO ആയിരുന്ന സമയത്ത് ഇങ്ങനെ മെഷർമെൻറ്റ് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് റീഡിങ് കാണിക്കില്ലായിരുന്നു. നമ്മളുടെ ഡിവിഷൻ എണ്ണിയായിരുന്നു ആ ഒരു വേവിൻ്റെ റീഡിങ് എടുക്കുന്നത്. ഇനി നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ വേരിയബിൾ എന്നുള്ള ആ ഒരു ബട്ടൺ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്ന മെഷർമെൻറ്റ് വേണ്ടുന്നത് എന്ന് നമുക്ക് ഇതിനകത്ത് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ വേവിൻ്റെ കറസ്പോണ്ടിങ് എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു മെഷർമെൻറ്റ് സൈഡിനകത്ത് കാണിക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വേരി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് VRMSും V ആവറേജും ഒക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ആ ഒരു മെഷർ ബട്ടൺ പ്രസ് ചെയ്തു, മെഷർ ബട്ടൺ പ്രസ് ചെയ്തു അതിനുശേഷം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ആ ഒരു വേരിയബിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ കൊടുക്കുകയാണെങ്കിൽ എഗെയിൻ മെഷർ ബട്ടണിൽ പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആ ഒരു റീഡിങ് കിട്ടും. നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ആ ഒരു മെഷർമെൻറ്റായിട്ട് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇതാണ് ആ ഒരു മെഷർ ബട്ടണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മെഷർ ബട്ടൺ ഇതിനാണ് യൂസ് ചെയ്യുന്നത്. ഈ DSOയിൽ ഒരുപാട് വേറെ ബട്ടൺസൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, നമുക്ക് VPP ആണെങ്കിലും V ആവറേജ് ആണെങ്കിലും ഫ്രീക്വൻസി ആണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു മെഷർമെൻറ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ഒരു റീഡിങ് കാണാനായിട്ട് പറ്റുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഡി എസ് ഒയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ഡി എസ് ഒയിൽ ഒരു സിഗ്നൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ സിഗ്നൽ വന്നത്? നമ്മൾ സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് ഒരു സിഗ്നൽ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് പ്രോബ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പ്രോബ് എന്ത് ചെയ്യുന്നു? സി ആർ ഒയിൽ നിന്ന് വരുന്ന ചാനൽ 1ൽ നിന്നുള്ള ആ പ്രോബിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഒരു വേവ് ഫോം കിട്ടിയത്, ഒരു സൈൻ വേവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കിട്ടിയിരിക്കുന്ന വേവ്, ഈ സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് വരുന്ന സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? സിഗ്നൽ ജനറേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സൈഡിൽ വി പി പി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാനൽ 1ൽ കണക്ട് ചെയ്തേക്കുന്ന കാരണം യെല്ലോ എന്ന് പറഞ്ഞാൽ ചാനൽ 1 ആണല്ലോ. ചാനൽ 1 ആയതുകൊണ്ട് ആ വി പി പിയുടെ മെഷർമെൻറ്റ് കാണിക്കുന്നിടത്ത് ആ 1ൽ വരുന്ന റീഡിംഗ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ചാനൽ 1ലുള്ള വി പി പി അഡ്ജസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? സിഗ്നൽ ജനറേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള നോബ് അഡ്ജസ്റ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സർക്യൂട്ടിന് എന്താണോ, എത്ര റീഡിംഗ് ആണോ ആവശ്യമായിട്ടുള്ളത്, അത് നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നൽ ജനറേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വി പി പി, നമുക്കിപ്പോൾ 20 വി പി പി ആണ് വേണ്ടതെങ്കിൽ ആ ഒരു നോബ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വി പി പി 20ലേക്ക് എത്തും. ആ സമയത്തേക്ക് നമുക്ക് ആ റൊട്ടേഷൻ നിർത്താം. ഇപ്പോൾ നമ്മുടെ വേവ് 20 വി പി പി 1 കിലോ ഹെർട്സ് ഉള്ള ഒരു സൈൻ വേവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഈ സൈൻ വേവ് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഡി എസ് ഒ യൂസ് ചെയ്യുന്നത്. ബാക്കി മെഷർമെൻറ്റ്സ്, വോൾട്ടേജ് ആയാലും ഫ്രീക്വൻസി ആയാലും ഒക്കെ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? സിഗ്നൽ ജനറേറ്ററിൽ നിന്നാണ് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഡി എസ് ഒയിൽ വേവ് ഫോമിൻ്റെ വോൾട്ടേജിനെയോ ഫ്രീക്വൻസിയോ ഒന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കിട്ടുന്ന വേവിൻ്റെ ആ ഒരു സൈസ് റെഡ്യൂസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും ഒക്കെ മാത്രമേ നമുക്ക് ഡി എസ് ഒയുടെ നോബുകൾ യൂസ് ചെയ്യാനായി പറ്റത്തുള്ളൂ. സോ ചാനൽ 1ൽ ഇപ്പോൾ ഒരു സൈൻ വേവ് വന്നിട്ടുണ്ട്. 20 വി പി പി 1 കിലോ ഹെർട്സ് ഉള്ള ഒരു സൈൻ വേവാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സൈൻ വേവിൻ്റെ ഫ്രീക്വൻസി നോബും ആംപ്ലിറ്റ്യൂഡ് നോബും അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡും അഡ്ജസ്റ്റ് ചെയ്താണ് നമുക്ക് എന്താണ് നമ്മുടെ സർക്യൂട്ടിൽ പറഞ്ഞേക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള സിഗ്നലിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കൊടുക്കാനായി പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഓൾസ്പെർ ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു നോബ് ചാനൽ 1ൻ്റെ താഴെ കാണുന്നുണ്ടല്ലോ. ഈ നോബ് ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയിരിക്കുന്ന വേവിനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ, അതിൻ്റെ സൈസിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, വാല്യൂവിനെ അല്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത 20 വി പി പി അതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് സൂം ചെയ്ത് നോക്കത്തില്ലേ, ആ ഒരു പരിപാടി തന്നെയാണ് ഓൾസ്പെർ ഡിവിഷനിലും ചെയ്യുന്നത്. നമുക്ക് വേവിനെ വലുതാക്കിയും ചെറുതാക്കിയും കാണുക എന്നുള്ളത് മാത്രമാണ് ആ ഓൾസ്പെർ ഡിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ മെഷർമെൻറ്റിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ, ചാനൽ 2വിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ചാനൽ 2വിൻ്റെ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതുപോലെ കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഓൾസ്പെർ ഡിവിഷൻ എന്ന് പറയുന്ന നോബിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ നോക്കി ചെയ്യുക. അതുപോലെ നമുക്കെന്താണ് മെഷർ ബട്ടൺ ഓരോ തവണയും പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഓൾസ്പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മെഷർ അതുപോലെ തന്നെ നിൽക്കുകയാണ്. 20 വേവിൻ്റെ സൈസ് നമ്മൾ കാണുന്ന സൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നല്ലാതെ എന്താണ് അതിൻ്റെ മെഷർമെൻറ്റിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പം ഇതാണ് ഓൾസ്പെർ ഡിവിഷൻ എന്നുള്ള നോബിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്തുള്ള ക്ലിപ്പേഴ്സും ക്ലാമ്പേഴ്സും ബാക്കിയുള്ള എക്സ്പെരിമെൻ്റും ഒക്കെ നമ്മൾ ചെയ്യാനായി പോകുന്നത്. സോ ബേസിക്കലി ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നത്. ഈ ഓൾസ്പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ സൈസിനുണ്ടാകുന്ന വ്യത്യാസം നോക്കുക. അതോടൊപ്പം വി പി പിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമെന്നൊന്നും നോക്കുക. വി പി പിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാകത്തില്ല. വി പി പി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. നമുക്ക് ഈ സ്ക്രീനിന് ഔട്ടായിട്ട് നമ്മൾ സൂം ചെയ്യുമ്പോഴാണ് ആ വി പി പിയുടെ സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. റീഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക.
അതിന് ആ സ്ക്രീൻ ഔട്ട് ഓഫ് സ്ക്രീൻ പോകുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് VPPയുടെ സൈഡിൽ. അല്ലാന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ് വോൾട്ടേജ് വരുന്നത്. ഓൺലി നമ്മളെന്താണ് അതിനെ കാണുന്ന ആ ഒരു സൈസ് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസിൽ പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വോൾട്സ് പെർ ഡിവിഷൻ നോബ്. ഇനി അതല്ല, ഫ്രീക്വൻസിയിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. അതായത് കാണുന്ന ഫ്രീക്വൻസി വേവിൻ്റെ ആ ഒരു ടൈം പീരീഡിലാണ് വ്യത്യാസം വരുത്തേണ്ടതെങ്കിൽ നമുക്ക് ഈ രണ്ട് ചാനലിനും കൂടി കോമൺ ആയിട്ട് ടൈം പെർ ഡിവിഷൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒരു പ്രോബ് ചെറുതായിട്ടൊന്ന് ടൈറ്റായിട്ട് ഇരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു വേവ് ഓഫായത്. ഓക്കെ, ഇനി ഈ ടൈം പെർ ഡിവിഷൻ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം പീരീഡിലാണ് വ്യത്യാസം വരുന്നത്. കാണുന്ന സൈസിൽ വേവിൻ്റെ ആ ഒരു വിഡ്ത്ത് അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും കാണുന്നത്. അല്ലാതെ ഫ്രീക്വൻസിക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഫ്രീക്വൻസി എന്ത് തന്നെയാണ്, 1 kHz തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഇപ്പോൾ കിട്ടിയ ഒരു 1 kHz വേവിനെ ഇത്രയും വലുപ്പത്തിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ടൈം പെർ ഡിവിഷൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതല്ല ഈ കുറച്ച് വലുപ്പത്തിലാണ് കാണേണ്ടതെങ്കിൽ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ടൈം പെർ ഡിവിഷൻ നോബ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫ്രീക്വൻസിയിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല, അതും കൂടി നോട്ട് ചെയ്യുക. അല്ലാതെ നമുക്കുള്ള അളവ് ഫ്രീക്വൻസി ആണെങ്കിലും ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിലും ആ ഒരു വേവിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് വീണ്ടും പറയുകയാണ്, സിഗ്നൽ ജനറേറ്റർ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും മാറുന്നത്. അല്ലാതെ DSOയുടെ നോബുകളും ഈ ഒരു മെഷർമെൻറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് നമുക്ക് ആ ഡിസ്പ്ലേയിൽ ഉണ്ടാക്കാവുന്ന ചേഞ്ചാണ് ഈ ഒരു നോബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു സിഗ്നൽ ജനറേറ്ററിൻ്റെയും ആ ഒരു DSOയുടെയും കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.